പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളൻ്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ഒരു വിചിന്തനമാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. വൈദികർ, സന്യസ്തർ, ദൈവവിളി സ്വീകരിച്ച് കർത്താവിന് ശുശ്രൂഷകൾ വ്യാപൃതരായിരിക്കുന്ന എല്ലാവരെയും ഓർക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കർത്താവ് ധാരാളം കൃപകൾ നമുക്ക് നൽകി അനുഗ്രഹിക്കും. നല്ല സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു കുടുംബത്തിൻ്റെ അനുഭവം ശ്രദ്ധിച്ചുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ മോൻ ജോനാഥ്, അവന് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞങ്ങൾ. ജോനാഥൻ. അതെ, പേര് ജോനാഥൻ. പറഞ്ഞു. അവന് ഈ ചെറുപ്പം തൊട്ടേ ജലദോഷത്തിൻ്റെ അസ്വസ്ഥത ഉള്ളതാണ്. അപ്പോൾ ഈ ജാനുവരി 15 സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേനും മുഖമെല്ലാം ഫുൾ എടിമയായി, കണ്ണിൻ്റെ മേളെല്ലാം ഇങ്ങനെ വീർത്തിരുന്നു. അപ്പോൾ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ജലദോഷം, ചെറുപ്പം തൊട്ടേ ജലദോഷം ഉള്ളതാണ്. എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ജലദോഷം വരികയായിരുന്നു കുട്ടിക്ക്. എന്നിട്ട് മുഖമെല്ലാം അങ്ങനെ വീർത്ത്, കണ്ണെല്ലാം വീർത്ത് അല്ലേ, ഫേസിൻ്റെ ഇതെല്ലാം എടിമയായിട്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഈ ഒരു പ്രത്യേക ഷേപ്പ്ലെസ് ആയി മുഖം. ജലദോഷത്തിൻ്റെ ഇതായിരിക്കും എന്നോർത്ത് ഹോമിയോ മെഡിസിനാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ അത് മേടിച്ചിട്ട് എന്നാൽ സ്കൂളിൽ വിടാമെന്നോർത്ത് പോകാനിറങ്ങി. അപ്പോഴത്തേനും ഉണ്ട് ചേച്ചി പറഞ്ഞു എന്നാൽ യൂറിൻ്റെ ആൽബുമിനൊന്ന് ചെക്ക് ചെയ്തിട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ യൂറിൻ ആൽബുമിൻ കൊടുത്തിട്ട് മെഡിസിൻ മേടിക്കാൻ പോയി. അപ്പോൾ ലാബിൽ നിന്ന് തന്നെ അവർ വിളിച്ചു, ആൽബുമിൻ വെരി ഹൈ ആണ്, 3+ ഉണ്ട്. അപ്പം ബാക്കി ബ്ലഡിൻ്റെ ടെസ്റ്റുകളെല്ലാം ഒന്ന് ചെയ്ത് നോക്കണമെന്ന്. അങ്ങനെ ചെയ്തപ്പം ഓൾ റിസൾട്ടിൽ വേരിയേഷൻ ഉണ്ടായിരുന്നു. കൊളസ്ട്രോൾ 333, പിന്നെ ESR എല്ലാം 92. അങ്ങനെ മൊത്തം കോംപ്ലിക്കേഷൻ ആയിപ്പോയി ബ്ലഡ് റിസൾട്ടിൽ. ഞങ്ങളാകെ പേടിച്ചു പോയി, കിഡ്നിയുടെ എന്തെങ്കിലും പ്രശ്നമായിരിക്കുമോ എന്ന് ഓർത്ത്. അപ്പോൾ ഹോമിയോയിലെ ഡോക്ടർ പറഞ്ഞു വേഗം നിങ്ങൾ ഇംഗ്ലീഷിൽ കാണിച്ചോ, ഹോമിയോയിൽ നിൽക്കണ്ടെന്ന്. അപ്പം ഞങ്ങൾ ഇതിൻ്റെ ഒരു പീഡിയാട്രിഷ്യനെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു കിഡ്നിയുടെ തന്നെ ഇപ്പം തന്നെ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം.
എന്നിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അന്ന് ഈവനിങ് തന്നെ ഞാൻ വേറെ ടെസ്റ്റുകൾ ചെയ്തു. അതെല്ലാം നോർമൽ റേഞ്ചിൻ്റെ എല്ലാം അപ്പർ ലിമിറ്റിലായിട്ട് നിൽക്കുവാണ്. അപ്പം ഡോക്ടർ പറഞ്ഞു ഇതിന് 2 ദിവസം ഒന്നും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വേറെ ലാബ് മാറി ഒന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം, ഇത് ഇച്ചിരി കോംപ്ലിക്കേഷനായിട്ട് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വേറെ 2 ദിവസത്തിന് കുറേ കൂടുതൽ വെള്ളമൊക്കെ കുടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്തു. അപ്പോഴും ആൽബുമിൻ സ്റ്റിൽ ഹൈ, കൊളസ്ട്രോൾ വീണ്ടും 400 ആയി. അപ്പം ഹസ്ബൻഡ് ഇവിടെ ഇല്ല, അബുദാബിയിലാണ്. പേടിച്ചു പോയി. ഹസ്ബൻഡിനെ വിളിച്ചു നാട്ടിൽ വരുത്തി. ഞങ്ങൾ സ്ഥിരം സൺഡേ 8:30 ശാലോം ടിവിയിൽ. കാര്യം ഗുരുതരായി കേട്ടോ. വെറുതെ ഒരു ചെക്കപ്പിന് പോയതാണ്. അത് ചെയ്ത് ഭയങ്കര പ്രശ്നമായി. അങ്ങനെ അബുദാബി ഉണ്ടായിരുന്ന ഹസ്ബൻഡിനെ വിളിച്ച് നാട്ടിൽ വരുത്തി. ഇപ്പം എല്ലാവരും ആകെ, കുടുംബം മുഴുവൻ ആകെ പ്രശ്നത്തിലായി. ഞങ്ങൾ സ്ഥിരം ശാലോം ടിവിയിൽ അപ്പോൾ ഇവർ കുടുംബം അഭിഷേകിന് കാണുന്ന കുടുംബമാണ്, കണ്ടുകൊണ്ടിരുന്നതാണ്. അപ്പം ഹസ്ബൻഡ് ശനിയാഴ്ച വന്നു. പിന്നെ ഡോക്ടറെ കാണിച്ചപ്പോൾ തിങ്കളാഴ്ച സ്കാനിങ്ങും ഒത്തിരി വേറെ റിസൾട്ടുകൾ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഞങ്ങൾ സൺഡേ അഭിഷേകിന്, ഞാനും ഹസ്ബൻഡും ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും അവരുടെ വീട്ടിലും എല്ലാവരും ഇരുന്നു 8:30 അഭിഷേകിനെ കണ്ടു. അപ്പോൾ കാണുന്നതിന് മുമ്പ് ഞങ്ങളുടെ അമ്മ വെച്ച് പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം ടി വിയുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ച്. നമ്മുടെ അമ്മച്ചി നല്ല കൃപയുള്ള അമ്മച്ചിയുണ്ടല്ലോ, അമ്മച്ചി പറഞ്ഞു മക്കളെ നമുക്കിന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് വെഞ്ചിരിക്കാൻ കുറച്ച് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വചനത്തിൻ്റെ മുമ്പിൽ കൊണ്ട് വെച്ച് അഭിഷേകിന് നടക്കുമ്പോൾ അതിന് മുമ്പിൽ വെച്ച്. എന്നിട്ട് ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചു, എല്ലാവരും കൂടെ വീട്ടിലുള്ള എല്ലാവരും പ്രാർത്ഥിച്ചു. അങ്ങനെ അഭിഷേകിന് ഇത് ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ആ വെള്ളം കൊച്ചിനെ കൊണ്ട് കുടിപ്പിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു നാളെ നിന്റെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒന്നും കാണില്ല എന്ന് അമ്മച്ചിയും എല്ലാവരും. അമ്മച്ചി എന്നിട്ട് വിശ്വാസം പ്രഖ്യാപിച്ചു. പ്രൊക്ലെയിം റിലീസ് ദ ക്യാപ്റ്റീവ്സ്, ബന്ധനത്തിരിക്കുന്നവർക്ക് ആശ്വാസം പ്രഖ്യാപിക്കണം. അപ്പോൾ അമ്മച്ചി പറഞ്ഞു മോനെ നീ നാളെ പോയി ചെക്ക് ചെയ്യുമ്പം നിൻ്റെ രോഗം എല്ലാം പോയി, നീ ആരോഗ്യവാനായിരിക്കുന്നത് കണ്ടിരിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് തിങ്കളാഴ്ച ഞങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ആൽബുമിൻ നെഗറ്റീവ്, കൊളസ്ട്രോൾ നേരെ ഹൈ ആയി, എല്ലാം ബാലൻസ് ആയി. 292 കുറഞ്ഞു, 400 നിന്ന് 400-ൽ നിന്ന് അത് 292 കുറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഇതിൻ്റെ പീഡിയാട്രീഷ്യനെ കാണിച്ചപ്പോൾ ഡോക്ടർ ചോദിച്ചു നിങ്ങൾ എന്തെങ്കിലും മരുന്ന് കഴിച്ചോ എന്ന്. ഞങ്ങൾ പറഞ്ഞു വേറെ ഒരു മരുന്നും ഞങ്ങൾ കഴിച്ചില്ല, പ്രാർത്ഥിച്ചായിരുന്നു, അത് മാത്രമേ ഉള്ളൂ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഒന്നും കൂടെ 3 ദിവസം കഴിഞ്ഞ് ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. ഇവന് നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറഞ്ഞ രോഗത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കണ്ടു. അത് എന്തുകൊണ്ട് ഇങ്ങനെ ഒറ്റയടിക്ക് അത് മാറിപ്പോയതുപോലെ തോന്നുന്നല്ല, വേറെ റിസൾട്ടിൽ ഇപ്പോൾ വേരിയേഷനൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്തപ്പോഴും സ്റ്റിൽ ആൽബുമിൻ നെഗറ്റീവ്, എല്ലാം ക്ലിയർ നെഗറ്റീവായി. ഒരുപാട് ഓപ്പറേഷൻ, ഒരുപാട് ഇഞ്ചക്ഷൻ, ഒരുപാട് ആ കുമ്പും കോലൊക്കെ വെക്കണ അവസ്ഥ അതെല്ലാം ഇല്ലാതായി. അല്ലെങ്കിൽ ഇതിൻ്റെ ഷേപ്പ് എന്തായേനെ. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഇതിൻ്റെ നെഫ്രോളജിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ കോട്ടയത്ത് പിള്ളേരുടെ ഇല്ല, അതുകൊണ്ട് തിരുവനന്തപുരം SIT ഹോസ്പിറ്റലിൽ പോയി ഒന്നും കൂടെ നിങ്ങളൊന്ന് റെഫർ ചെയ്യണം. ഡോക്ടർക്ക് എന്ത് ചെയ്താൽ മനസ്സിലാകണില്ല. നിങ്ങൾ ഒന്നും കൂടെ കുറച്ചും കൂടെ നല്ല ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞ് തിരുവനന്തപുരത്തേക്ക് വിട്ടു. എന്നിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രം പോയി SIT ഹോസ്പിറ്റലിൽ അവിടുത്തെ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ കണ്ടപ്പോഴേ പറഞ്ഞു ഈ ഫീച്ചേഴ്സ് റിസൾട്ട് വെച്ച് നോക്കിയിട്ട് നെഫ്രോട്ടിക് സിൻഡ്രത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്, പിന്നത്തെ റിസൾട്ടുകൾ കാണുമ്പോൾ എല്ലാം മാറിയിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഒന്നും കൂടെ നെക്സ്റ്റ് വെനസ്ഡേ ഒന്നും കൂടെ വന്നു ചെയ്യണം. ഇവരെ ടെസ്റ്റ് ചെയ്ത് ഇവരെ ലെവലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ ലാസ്റ്റ് വെനസ്ഡേ ഒന്നും കൂടെ പോയി. അപ്പോൾ പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ മരുന്ന് കഴിക്കണം, മരുന്ന് കഴിച്ചാൽ ഒത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ടാവും, ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ റൂമിലിരുന്ന് പ്രാർത്ഥിച്ച് എൻ്റെ ഈശോയെ എൻ്റെ കുഞ്ഞിന് മരുന്ന് കൊടുക്കാനുള്ള ഇട വരുത്തരുതേ, നീ ഒരു കുഴപ്പവും ഇല്ലാതെ മാറ്റിത്തരണേന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പം വീണ്ടും ആ ടെസ്റ്റുകളെല്ലാം നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ജോനാഥന് ഇപ്പം മരുന്നിൻ്റെ യാതൊരു ആവശ്യവും ഇല്ല. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കുറച്ചു നേരം ദൈവത്തിൻ്റെ ശക്തമായൊരു അനോയിന്റിങ് ഈ സമയം വ്യാപരിക്കാൻ വേണ്ടി ആഗ്രഹിക്കാം. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കാം. രോഗശാന്തികൾ നിറയാൻ, അടയാളങ്ങൾ കാണാൻ, അത്ഭുതങ്ങൾ സംഭവിക്കാൻ ശക്തി അയക്കണമേ കർത്താവേ. കരം നീട്ടണമേ അങ്ങേ പരിശുദ്ധ ദാസന യേശുവിന്റെ നാമത്തിൽ. രോഗശാന്തികൾ നിറയാൻ, അടയാളങ്ങൾ കാണാൻ, അത്ഭുതങ്ങൾ സംഭവിക്കാൻ ശക്തി അയക്കണമേ.
ആഗതമാകട്ടെ വേഗം പുതിയ പെന്തക്കോസ്ത. കൈ ഉയർത്തി കൈയടിച്ച്. വേഗം പുതിയ പെന്തക്കോസ്ത. ആഗതമാകട്ടെ 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 വേഗം പുതിയ പെന്തക്കോസ്ത. പുതിയ പെന്തക്കോസ്ത. പുതിയ കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് ഇരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളൻ്റെ തിരുനാളിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളൻ്റെ തിരുനാൾ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. ഇപ്പോൾ വളരെ സന്തോഷമുണ്ട്. ധാരാളം കൃപകൾ കർത്താവ് അഭിഷേകത്തിൻ്റെ സമയത്ത് കുടുംബങ്ങളിലേക്ക് വർഷിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം അനേകം പേര് ശനിയാഴ്ചകളിൽ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളിൽ ഉപവാസ യജ്ഞത്തിൽ ചേരാത്തവർ എല്ലാ ശനിയാഴ്ചകളിലും അഭിഷേകത്തിനു വേണ്ടി ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അത് നിങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹത്തിന് കാരണമാകും. ഞാൻ ഇപ്പോൾ കുട്ടികളെ പ്രത്യേക അഭിവാദനം ചെയ്യുകയാണ്. ബിനോയിച്ചനും കുട്ടികളെ വലിയ ഇഷ്ടമാണ്. അട്ടപ്പാടിയിലെ ശുശ്രൂഷകളിൽ അഭിഷേകത്തിൻ്റെ സമയത്ത് കുഞ്ഞുങ്ങളെയും ബാലികാബാലന്മാരെയും വിദ്യാർത്ഥിനികളെയും ഈശോ ഒരുപാട് അനുഗ്രഹിക്കുന്നുണ്ട്. ഓൾ ചിൽഡ്രൻ, ഐ ആം വെരി ഹാപ്പി വിത്ത് യു ആൻഡ് എ സ്പെഷ്യൽ ഗ്രീറ്റിംഗ് ഫ്രം അട്ടപ്പാടി. അതുപോലെ രോഗികളായവർ, ക്ഷീണിച്ചിരിക്കുന്നവർ, മുതിർന്ന എല്ലാവരും ഓർത്ത് ഈശോയോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ധാരാളം സിസ്റ്റേഴ്സ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. സിസ്റ്റേഴ്സിൻ്റെ സമൂഹങ്ങളെ ഞാൻ പ്രത്യേക സന്തോഷത്തോടെ ഓർക്കുകയാണ്. പ്രത്യേക അഭിവാദനങ്ങൾ. ദൈവവിളി സ്വീകരിച്ച എല്ലാവർക്കും, വൈദികരുണ്ട്, വൈദിക വിദ്യാർത്ഥികളുണ്ട്, PDMലൊക്കെ ഒത്തിരി പേര് ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അഭിഷേക് സിസ്റ്റേഴ്സ്, CMC സിസ്റ്റേഴ്സ്, ഒത്തിരി സിസ്റ്റേഴ്സ്, ഡൊമിനിക്കൻ സിസ്റ്റേഴ്സ്, FCC സിസ്റ്റേഴ്സ്, SHക്കാർ എല്ലാം ഒത്തിരി പേര് പല വിധത്തിൽ ഈ ശുശ്രൂഷയുടെ ഭാഗമാണ്. എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരൻ, അതുപോലെ രോഗികളായ ദൈവമക്കൾ ഇന്ന് ഈശോ ഒത്തിരി അനുഗ്രഹിക്കും. കാരണം വൈദികരുടെ പ്രാർത്ഥനകളിൽ വളരെയധികം കരുണയോടെ ലയിച്ചു കിടക്കുന്നതാണ് രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഒത്തിരി രോഗികളെ ഈശോ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ മാതാവ് ലോകത്തിൽ അനേക സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ പരിശുദ്ധ അമ്മ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ദൈവവിളി സ്വീകരിച്ച വൈദികർ, സന്യസ്തർ, ദൈവവിളി സ്വീകരിച്ച ശുശ്രൂഷകർ ഇവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് വൈദികർക്ക്, സന്യസ്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഇതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട വിനോദിച്ചനാണ് വളരെ നന്നായിട്ട് അവതരിപ്പിക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. വിനോദിച്ചൻ ഒത്തിരി വർഷങ്ങളായി എൻ്റെ കൂടെയാണ്. അച്ഛന് ദൈവം നൽകിയ പ്രത്യേക ഒരു കാരിസമാണ് വൈദികർ, സന്യസ്തർ തുടങ്ങിയവരുടെ അവർക്ക് വേണ്ടി ധ്യാനങ്ങൾ നടത്തുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി അധ്വാനിക്കുക. ഇങ്ങനെ വലിയൊരു ദൈവവിളി അച്ഛന് കർത്താവ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് വലിയ സന്തോഷമാണ്. ഞാൻ വിനോദിച്ചനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അച്ഛനെ കാണുമ്പോൾ തന്നെ എനിക്കൊരു സന്തോഷമാണ്. ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാലച്ചൻ പറഞ്ഞതിനോട് ചേർത്ത് വെച്ച് വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാളിനോടനുബന്ധിച്ച് വൈദിക സമർപ്പിത ജീവിതങ്ങളെ ബന്ധപ്പെടുത്തി സംസാരിക്കാൻ എനിക്ക് വലിയ സന്തോഷമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ജോൺ മരിയ വിയാനി എന്ന് പറയുന്ന വിശുദ്ധൻ, മഹാവിശുദ്ധൻ, എല്ലാ വൈദികരുടെയും മധ്യസ്ഥനാണ്. ഒരുപക്ഷെ കുഞ്ഞുനാൾ മുതൽ നമ്മുടെ കുട്ടികളടക്കം പലരുടെ മനസ്സിലും വൈദികനാകാനുള്ള ആഗ്രഹം പറഞ്ഞു കൊടുക്കുമ്പോൾ സാധാരണ പറയാറുള്ള വിശുദ്ധനുമാണല്ലോ വിശുദ്ധ ജോൺ മരിയ വിയാനി. എന്തായിരുന്നു വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ പ്രത്യേകത? കുമ്പസാരത്തിന് അണയുന്ന ഓരോ അർത്ഥികളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ കൃപ സ്വർഗത്തിൽ നിന്ന് നേരിട്ടിറങ്ങാൻ ചാലായ വിശുദ്ധൻ. മണിക്കൂറുകള്, രാത്രിയുടെ യാമങ്ങളിൽ അന്നേ ദിവസം കുമ്പസാരിച്ച മുഴുവൻ ആൾക്കാർക്കും വേണ്ടി പരിഹാരം ചെയ്ത് ദൈവത്തിന്റെ കൃപയൊഴുക്കിയ മഹാവിശുദ്ധൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേപോലെയുള്ള വിശുദ്ധ ജോൺ മരിയ വിയാനിയെ കുറിച്ചുള്ള നല്ല ഓർമ്മ എല്ലാ പുരോഹിതരുടെയും, എല്ലാ സമർപ്പിതരുടെയും, എല്ലാ ഹൃദയങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ അതേ സമയം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ വിശുദ്ധ ജോൺ മരിയ വിയാനിയിലൂടെ ഇതുപോലെ അത്ഭുതകരമായ കൃപ ഒഴുകുന്നത് കണ്ടപ്പോൾ
ഇന്ന് സഭയ്ക്കെതിരെ പിശാച് വയലന്റ് ആകുന്നതിനേക്കാൾ കൂടുതൽ പിശാച് വയലന്റായി. ജീവകീർത്തനം പഠിച്ചുള്ളവർക്കറിയാം, ഒരു ദിവസം വിശുദ്ധ ജോൺ മരിയാവേനെ കിടന്നുറങ്ങുന്ന കട്ടിലിന് പിശാച് വന്ന് തീയിട്ടിട്ട് പോയി. ജോൺ മരിയാവേനെ പല പ്രാവശ്യം ചങ്ങല കൊണ്ട് നേരിട്ട് ആക്രമിക്കാൻ പിശാച് വന്ന രംഗങ്ങളുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെയൊക്കെ ദൈവകൃപ ഒഴുകുന്നോ, ആരിലൂടെയൊക്കെ ദൈവകൃപ ഒഴുകുന്നോ, എവിടെയൊക്കെ പൗരോഹിത്യം ശക്തി പ്രാപിക്കുന്നോ, എവിടെയൊക്കെ സന്യാസ ശക്തി പ്രാപിക്കുന്നോ, എവിടെയൊക്കെ ദൈവത്തിൻ്റെ കൃപ ഒഴുകുന്നോ, അവിടെയെല്ലാം പിശാച് വിശുദ്ധ ജോൺ മരിയാവേനെ ആക്രമിച്ചതുപോലെ തന്നെ ഇന്നും പൗരോഹിത്യനെ സന്യാസനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് നല്ലൊരു വെളിപ്പെടുത്തൽ ലഭിക്കുന്നുണ്ട്. വിലാപങ്ങളുടെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ വാക്യം, ഞങ്ങളുടെ ജീവശ്വാസം കർത്താവിൻ്റെ അഭിഷിക്തൻ അവരുടെ കുഴിയിൽ പതിച്ചു, അവൻ്റെ തണലിൽ ഞങ്ങൾ ജനതകളുടെ ഇടയിൽ വസിക്കുമെന്ന് അവനെ പറ്റിയാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞാൽ, അടിമത്തത്തിൻ്റെ കാലഘട്ടത്തിൽ ദൈവജനം തങ്ങൾ വിട്ടുപോകുന്ന അല്ലെങ്കിൽ ജെറുസലേമിനെ കുറിച്ചുള്ള ഓർമ്മയിൽ പറയുന്ന ഒരു വചനമാണിത്. ആ ദൈവജനം പറയുന്ന വചനമാണ് കർത്താവിൻ്റെ അഭിഷിക്തനെ, പുരോഹിതനെ വിശേഷിപ്പിച്ച വാക്കാണ് ഞങ്ങളുടെ ജീവശ്വാസം. പുരോഹിതൻ ഞങ്ങളുടെ ജീവശ്വാസം എന്ന് പറഞ്ഞാൽ ശ്വാസമില്ലെങ്കിൽ മനുഷ്യൻ ജീവിക്കാൻ പറ്റില്ല. ജീവശ്വാസം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരനെ, എത്ര കൃത്യമാണ് വചനം. നമുക്ക് സഭയിൽ മാമോദിസ ജന്മം നൽകിയത് പുരോഹിതനാണ്, സ്ഥൈലേപനം തന്നത് പുരോഹിതനാണ്, വിശുദ്ധ കുമ്പസാരം എന്നുള്ള കൂദാശയിലേക്ക് നമ്മൾ ജനിപ്പിച്ചത് പുരോഹിതനാണ്. എൻ്റെ പ്രിയപ്പെട്ട വിശുദ്ധ കുർബാന തരുന്ന പുരോഹിതനാണ്, രോഗിലേപനം തരുന്ന പുരോഹിതനാണ്. നമ്മുടെ വിവാഹം എന്ന് തുടങ്ങിയാൽ എല്ലാ കൂദാശകളും പരികർമ്മം ചെയ്യുന്ന പുരോഹിതനാണ്. മരിച്ചതിന് ശേഷം ശവസംസ്കാരം നടത്തുന്നത് തുടങ്ങി, സ്വർഗത്തിലേക്ക് യാത്രയാക്കുന്നത് തുടങ്ങി. അതുകൊണ്ട് പൗരോഹിത്യത്തെ, കർത്താവിൻ്റെ അഭിഷിക്തനെ അന്നത്തെ ജനത വിശേഷിപ്പിച്ച വാക്ക് ഞങ്ങളുടെ ജീവശ്വാസം. എന്നിട്ട് പറയാണ്, ശത്രുക്കൾ, ജെറുസലേമിനെ നശിപ്പിക്കാൻ വന്ന ശത്രുക്കൾ, ആ ശത്രുക്കൾ പൗരോഹിത്യത്തെ തകർത്ത് കളഞ്ഞു, പൗരോഹിത്യത്തെ കുഴിയിൽ വീഴ്ചു, പൗരോഹിത്യത്തിൽ കെണിയിൽ വീഴ്ചു. എന്നിട്ട് അടിമത്തത്തിന്റെ കാലഘട്ടത്തിലിരുന്ന ആ ദൈവജനം ചങ്കിന്റെ ഉള്ളിൽ നിന്ന് കണ്ണുനീരോടെ പറയുന്ന വചനമാണ് അടുത്ത വചനം. അവന്റെ തണലിൽ സകല ജനതകൾ ഇടയിൽ ഞങ്ങൾ വസിക്കുമെന്ന് അവനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പൗരോഹിത്യത്തിന്റെ തണലിൽ നമ്മൾ വളർന്നു വരുന്നത് പിശാചിനറിയാം. പൗരോഹിത്യത്തിന്റെ തണലിൽ നമ്മൾ ശക്തി പ്രാപിക്കുന്നത് പിശാചിനറിയാം. പൗരോഹിത്യത്തിന്റെ തണലിൽ കർത്താവിന്റെ വചനം വ്യാപിക്കുന്ന പിശാചിനറിയാം. അതുകൊണ്ട് പിശാച്, ശത്രു അവനെ കെണിയിൽ വീഴ്ചു എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയ നിയമത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുതയാണെങ്കിൽ പുതിയ നിയമത്തിൽ പൗലോസ്ലീഹ ശത്രുവായ പിശാചിനെ കുറിച്ചാണ് വെളിപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ജോൺ മരിയ വിയാനിയെ കുഴിയിൽ വീഴിക്കാൻ വന്ന അതേ തിന്മയുടെ ശക്തി ഇന്ന് അനേകം വൈദികരെയും അനേകം സമർപ്പിതരെയും കുഴികൾ വീഴിക്കാൻ തക്കവിധം കെണികൾ ഒരുക്കുകയാണെന്നുള്ള സത്യം തിരിച്ചറിയണം. ഞാൻ ശാലോ മാസികൾ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ വായിച്ച ഒരു ലേഖനം ഓർക്കാണ്. അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്, പൗരോഹിത്യത്തിൻ്റെ വേദന ആരോട് പറയാൻ. ഒരച്ഛൻ എഴുതിയിരിക്കുന്ന ലേഖനമാണ്. എന്ന് പറഞ്ഞാൽ, ഒരു പൗരോഹിത്യം കടന്നു പോകുന്ന, ഒരു സന്യാസം കടന്നു പോകുന്ന പല തരത്തിലുള്ള സംഘർഷങ്ങളുടെ അവസ്ഥയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പിശാചിന്റെ ആക്രമണങ്ങൾ, തെറ്റിദ്ധാരണകൾ, ഒരുപാട് സഹനങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 100 കണക്കിന് പൗരോഹിത്യം കടന്നു പോകുന്ന, സന്യാസം കടന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. എന്നിട്ട് അതിൻ്റെ തലക്കെട്ട് എഴുതിയിരിക്കുക, ഈ വേദന ആരോട് പറയാൻ. എന്നിട്ട് പറയാണ്, ഈ പൗരോഹിത്യ സന്യാസ വേദന മനസ്സിലാകുന്നത് വിളിച്ച നിത്യപുരോഹിതന് മാത്രമേ മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ വൈദികനും ഓരോ സമർപ്പിതരും കടന്നു പോകുന്ന വേദനകൾ മനസ്സിലാക്കി നിന്നുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പിശാചിൻ്റെ കെണികൾ വീഴാതെ അവരെ ശക്തിപ്പെടുത്തണമെന്നുള്ളത് വചനത്തിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഭാഗമുണ്ട്. അവിടെ എന്താണ് കാണുന്നത്? ഈശോ ചെയ്യുന്ന കാര്യം യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിന്റെ തലക്കെട്ട് തന്നെ ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. ഈ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഇവർ ലോകത്തിൻ്റെതല്ലാതെ ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പിതാവേ, ഇവർ ഒന്നായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഈശോ പ്രാർത്ഥിക്കുക, പിതാവേ, ഇവരെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പറയാം ഹല്ലേലൂയ. വീണ്ടും ഈശോ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഈ ശിഷ്യന്മാരുടെ വചനം കേൾക്കുന്നവർക്ക് കൃപ കിട്ടാൻ വേണ്ടി ഈശോ പ്രാർത്ഥിക്കുക.
വീണ്ടും നിങ്ങൾ നോക്കുക, പിശാച് വീണ്ടും പത്രോസ്ലീഹായെ ഇതേപോലെ കുഴി കുഴിച്ച് വീഴിക്കുന്നത് കണ്ടുകൊണ്ട് ഈശോ ചെയ്യുന്ന കാര്യം എന്താ? അത് നമ്മൾ വായിക്കുന്നത് ലൂക്കായുടെ സുവിശേഷത്തിലാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 22-ാമത്തെ അധ്യായത്തിന്റെ 31-32 വാക്യങ്ങൾ. ശിമയോൻ ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ഈശോ മുൻകൂട്ടി കാണുകയാണ്, സാത്താൻ ഗോതമ്പ് പോലെ ശിമയോനെ പാറ്റാൻ ഉദ്ദേശിക്കുന്നത് ഈശോ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈശോ ചെയ്ത കാര്യം എന്താ? ഈശോ പത്രോസ്ലീഹായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നോക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിശാചിന്റെ കെണിയിൽ വീഴാതിരിക്കാൻ വേണ്ടി ഈശോ പത്രോസ്ലീഹായ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, മുഴുവൻ അപ്പസ്തോലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ലോകത്തിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട അനേക സ്ഥലങ്ങളിൽ, സഭ അംഗീകരിക്കപ്പെട്ട സ്ഥലങ്ങളുണ്ട്, സഭ പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ എല്ലാം മാതാ പ്രത്യക്ഷപ്പെടുമ്പോൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാലച്ചൻ തുടക്കത്തിൽ സൂചിപ്പിച്ച്. എവിടെയൊക്കെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുണ്ടോ അവിടെ എല്ലാം പറയുന്നത് എന്താ? എൻ്റെ പുരോഹിതർക്ക് വേണ്ടി, എൻ്റെ സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റോസാ മിസ്റ്റിക്ക മാതാവ്, നിങ്ങൾക്കറിയാം, ഇറ്റലിയിൽ പ്രത്യക്ഷപ്പെട്ട റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ ആ പ്രത്യക്ഷീകരണത്തിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ചില സംഗതികളുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: പ്രാർത്ഥന, പരിഹാരം, പരിത്യാഗം. പ്രാർത്ഥന, പരിഹാരം, പരിത്യാഗം. ഇതുവഴി പുരോഹിതരെ, സമർപ്പിതരെ ശക്തിപ്പെടുത്തണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വിശുദ്ധരുടെ ജീവചരിത്രം വായിച്ചു നോക്കുക. ഓരോ വിശുദ്ധരുടെ ജീവചരിത്രം വായിക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. അവരിൽ കുറേ അധികം പേര് ചെയ്തിരുന്ന കാര്യം സമർപ്പിതർക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തന്നെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചു എന്നുള്ളതാണ്. അതിന് നല്ലൊരു ഉദാഹരണമാണ് വിശുദ്ധ ഫൗസ്തീന. വിശുദ്ധ ഫൗസ്തീന ഡയറിയിൽ 531-ാമത്തെ കണ്ണിക, 531-ാമത്തെ കണ്ണകയിൽ വിശുദ്ധ ഫൗസ്തീന ഡയറിയിൽ ഈശോ ഫൗസ്തീനോട് വന്ന് പറയുകയാണ്, എൻ്റെ ഹൃദയത്തിന് ഏറ്റവും അമൂല്യമായ 2 രത്നങ്ങൾ ഞാൻ നിന്നെ ഭരമേൽപ്പിക്കുക. ഈശോ പറയുക, എൻ്റെ ഹൃദയത്തിന് ഏറ്റവും അമൂല്യമായ 2 രത്നങ്ങൾ ഞാൻ നിനക്ക് തരിക. എന്നിട്ട് താഴെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: വൈദികരുടെയും സന്യസ്തരുടെയും ആത്മാക്കൾ. അപ്പൊ ഈശോയുടെ ഹൃദയത്തിൽ 2 രത്നങ്ങളാണ് വൈദികരുടെ, സന്യസ്തരുടെ അല്ലെങ്കിൽ സമർപ്പിതരുടെ ആത്മാക്കൾ. എന്നിട്ട് ഫൗസ്തീനോട് കർത്താവിൻ്റെ ആത്മാവ് വീണ്ടും പറയുന്നത് ഇങ്ങനെയാണ്: നീ വൈദികരുടെയും സന്യസ്തരുടെയും ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നീ നിന്നെ തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ടായിരിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ അവർക്ക് വലിയ ശക്തി കിട്ടും. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ കെണികളും, ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങളും, ഈ ലോകത്തിന്റെ മോഹങ്ങളും, ഈ ലോകത്തിന്റെ ചതിക്കുഴികളിലും പെടാതെ പോകാനുള്ള ശക്തി നിന്റെ പ്രാർത്ഥന വഴി, നീ നിന്നെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നത് വഴി അവർക്ക് കിട്ടുമെന്നാണ് സൂചിപ്പിക്കുന്നത്. തുടർന്ന് വിശുദ്ധ ഫൗസ്തീനയോട് കർത്താവ് പറയുകയാണ്, നിന്റെ പ്രാർത്ഥനയും നിന്റെ ഉപവാസവും നിന്റെ ഇന്ദ്രിയ നിഗ്രഹവും നിന്റെ ജോലിയും നിന്റെ സഹനവും എൻ്റെ സഹനത്തോട് ചേർത്ത് കാഴ്ചവെക്കുക, ഐക്യപ്പെടുത്തുക. അതുവഴി പുരോഹിതർക്ക് ശക്തി കിട്ടും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4 കാര്യങ്ങൾ പറഞ്ഞിരിക്കുക. 1, പ്രാർത്ഥിക്കണം. 2, ഉപവാസം എടുക്കണം. 3, ഇന്ദ്രിയ നിഗ്രഹം. എന്താ ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറയുന്നത്? എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ കണ്ണടക്കം, മിണ്ടടക്കം. അങ്ങനെ നമ്മൾ ചില കാര്യങ്ങൾ കാണണ്ട എന്ന് വെച്ച് നമ്മൾ എടുക്കുന്ന കണ്ണടക്കം പുരോഹിത സമർപ്പിത ജീവിതങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കണം. വീണ്ടും പറയാണ്, നിന്റെ ചെയ്യുന്ന ജോലി, ഏതാ നീ പറമ്പിൽ ജോലി ചെയ്യുകയാണെങ്കിലും, നീ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും, അതിന് നിയോഗം മുഴുവൻ വൈദികർക്ക് സമർപ്പിതർക്ക് ശക്തി കിട്ടാൻ വേണ്ടി കാഴ്ചവെക്കണം. എന്നിട്ട് പറയുന്നത് വെറുതെ കാഴ്ചവെക്കുക. ഈശോ പറയാ, നിന്റെ ജീവിതത്തിന്റെ സഹനങ്ങള്, മുറിവേൽക്കപ്പെട്ട അനുഭവങ്ങള്, തെറ്റിദ്ധരിക്കപ്പെട്ട അനുഭവങ്ങൾ, അത് മുഴുവൻ നീ എൻ്റെ സഹനത്തോട് ചേർത്ത് കാഴ്ചവെക്കുമ്പോൾ പിതാവിന്റെ മുൻപിൽ പുരോഹിതർക്ക് സമർപ്പിതർക്ക് വലിയ ശക്തി കിട്ടും. നോക്ക് സഹോദരങ്ങളെ, വചനം പഠിപ്പിക്കുന്നു, സഭ പഠിപ്പിക്കുന്നു, പരിശുദ്ധ അമ്മ പഠിപ്പിക്കുന്നു, വിശുദ്ധർ പഠിപ്പിക്കുന്നു. ഫൗസ്തീന ഡയറിയിൽ തന്നെ 537-ാമത്തെ കണ്ണിക അവിടെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: പുരോഹിതർ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ വിളിക്കനുസൃതം ലൗകിക ആകർഷണങ്ങൾക്ക് അതീതമായി നിർമ്മലരായി ജീവിക്കുവാനും അവരുടെ വാക്കുകൾ ഫലദായകമാകുന്നതിനും വേണ്ടി അവൾ തൻ്റെ പ്രാർത്ഥനയും പരിത്യാഗം വഴി പുരോഹിതരെ ശക്തിപ്പെടുത്തണം. എന്ന് പറഞ്ഞാൽ പൗരോഹിത്യത്തിന്റെ വിളിക്കനുസരിച്ച് പുരോഹിതർ ജീവിക്കാൻ, സമർപ്പിതർ ജീവിക്കാൻ. പിന്നെ പറയാ, ഈ ലോകം വെച്ച് നീട്ടുന്ന എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ സുഖലോലഭത, ഈ ലോകത്തിന്റെ ആകർഷണങ്ങൾ, ഈ ലോകത്തിന്റെ പലതരത്തിലുള്ള മേഖലകൾ, ആ കെണിയിൽ ചെന്ന് പെടാതിരിക്കാൻ കഴിഞ്ഞില്ല. പുരോഹിതനെ സമർപ്പിതനെ പറയുന്ന ഓരോ വാക്കുകളും ഈശോ പറയുന്ന ആ വചനം അതുപോലെ ഫലം പുറപ്പെടുവിക്കാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് നമ്മളോട് പറയുകയാണ്,
നമ്മുടെ പ്രാർത്ഥനയും പരിത്യാഗവും വഴി ശക്തിപ്പെടുത്താം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിച്ചു നോക്കുക. ലൂക്കായുടെ സുവിശേഷത്തിൽ സക്കറിയ പ്രവാചകന് ദേവാലയത്തിൽ ദർശനമുണ്ടാകുമ്പോൾ പുറത്തിരുന്ന് ജനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും വർഷക്കാലം ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാഴ്ചയുടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. നമ്മൾ സ്റ്റേജിൽ കയറി നിൽക്കുമ്പോഴും മൈക്ക് എടുക്കുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്തെങ്കിലും ഒരു ദൈവകൃപ വരുന്നുണ്ടെങ്കിൽ അത് എൻ്റെ മെച്ചമാണെന്നോ അല്ലെങ്കിൽ ആരുടെ മെച്ചമാണെന്ന് വിചാരിക്കരുത്. ഓരോ ചാപ്പലുകളിലിരുന്ന പാവപ്പെട്ട മനുഷ്യർ ചങ്ക് പറഞ്ഞ് ഉപവാസമെടുത്ത് ചോര നീരാക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥന ഒരു നീരാവി പോലെ സ്വർഗത്തിലേക്ക് മുകളിലേക്ക് ഉയരും. എന്നിട്ട് അതൊരു മേഘമായി നിൽക്കും. എന്നിട്ട് നമ്മൾ സ്റ്റേജ് വന്ന് പ്രസംഗിക്കാൻ വേണ്ടി കയറുമ്പോൾ ഈ മേഘം വന്ന് നമ്മുടെ ശിരസിന് മുകളിൽ നിൽക്കും. എന്നിട്ട് പ്രസംഗം ആരംഭിക്കും. ഒരു അഭിഷേകമായിട്ട് അങ്ങോട്ട് പെയ്തിറങ്ങും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പറയാ ഹല്ലേലൂയ. ഞാൻ തുറന്ന് പറയാം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ സമർപ്പിതർക്ക് വേണ്ടി പൗരോഹിത്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് വലിയൊരു ബ്ലെസ്സിംഗ് ആയി തീരുമെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ കാണുന്നത് 1 സാമുവേൽ 30:24 അവിടെ ദാവീദ് ഒരു യുദ്ധത്തിന് പോവുകയാണ്. അങ്ങനെ യുദ്ധത്തിന് പോകുമ്പോൾ മുന്നണി പോരാളികളുണ്ട്, നല്ല ശക്തന്മാരുണ്ട്, ധീരന്മാരുണ്ട്. അവരെല്ലാവരെയും കൂടെ കൂട്ടി യുദ്ധത്തിന് പുറപ്പെട്ടു. പിന്നെ കുറച്ച് പേരുണ്ട്, അവർക്ക് അങ്ങനെ യുദ്ധത്തിന് പോകാൻ സാധിക്കുന്നില്ല. ഒരെണ്ണം അവരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഈ യുദ്ധത്തിന് പോയിരിക്കുന്ന ആൾക്കാരുടെ ഭാണ്ഡം, അവരുടെ പലതരത്തിലുള്ള വസ്തുക്കൾ അതെല്ലാം സൂക്ഷിച്ച് നിങ്ങൾ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അതിനുശേഷം വൈകുന്നേരം വന്ന് കൂലി കൊടുക്കുകയാണ്, കണക്ക് തീർക്കുകയാണ്. അപ്പോൾ ദാവീദ് എടുത്തൊരു നിലപാടിനെ കുറിച്ചാണ് വചനം പഠിപ്പിക്കുന്നത്. വചനം ഇങ്ങനെയാണ്: യുദ്ധത്തിന് പോകുന്നവന്റെയും ഭാണ്ഡം സൂക്ഷിക്കുന്നവന്റെ ഓഹരി സമമായിരിക്കണം എന്ന് പറഞ്ഞാൽ, മുന്നണി പോരാളികളായി യുദ്ധം ചെയ്തവർക്കും അവർക്ക് ശക്തി പകരാൻ വേണ്ടി ഇരുന്ന് പ്രാർത്ഥിച്ചവർക്കും ഒരേ കൂലി തന്നെയാണ് കർത്താവ് കൊടുക്കുന്നത്. പറയാ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ജീവിതം പഠിക്കും മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. എങ്ങനെയാ കൃപ എഴുതിക്കൊണ്ടിരുന്നത്? കുമ്പസാരക്കുള്ളിരിക്കുമ്പോൾ മുള്ളരഞ്ഞാണം പോലെയുള്ള കൂർത്തുമുറുന്ന വസ്തുക്കൾ തുടയിലൊക്കെ കെട്ടിവെച്ചിട്ട് കഠിന പാപികൾ വന്ന് പാപമേറ്റു പറയുമ്പോ ആ വേദനയെല്ലാം സഹിച്ചിരുന്ന വിശുദ്ധ ജോൺ മരിയ വിയാനി കൃപയൊഴുക്കി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പരിഹാരവും നമ്മുടെ സഹനങ്ങളും നമ്മുടെ ഇന്ദ്രിയങ്ങളും അത് മുഴുവൻ കാഴ്ചവെക്കുക വഴി അനേകം വൈദികരും അനേകം സമർപ്പിതരും ശക്തി കൊണ്ട് കൃപ കൊണ്ട് നിറയുമ്പോൾ സ്വർഗത്തിൽ കർത്താവ് നമുക്കൊരു പ്രതിഫലമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ സമയത്ത് ലോകം മുഴുവനുള്ള വൈദികർക്ക് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ പക്കലേക്ക് ലോകമെമ്പാടുള്ള 4.25 ലക്ഷത്തോളം വരുന്ന വൈദികരെയും 10 ലക്ഷത്തോളം വരുന്ന സമർപ്പിതരെയും ഇപ്പോൾ സമർപ്പിക്കുകയാണ്. വിശുദ്ധ ജോൺ മരിയാവിനോട് പ്രത്യേക ഒരു മധ്യസ്ഥത്തിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അവരെ സമർപ്പിച്ച് കർത്താവെ ശക്തിപ്പെടുത്തണമേ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ വരെ ഞങ്ങൾക്ക് മാമോദിസ നൽകിയ വൈദികൻ, ഞങ്ങളെ വേദപാഠം പഠിപ്പിച്ച സിസ്റ്റർമാർ, നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന സമർപ്പിതർ, ഞങ്ങൾക്ക് ഉദാശ പരികർമ്മം ചെയ്ത് തന്നവർ, ഞങ്ങളുടെ ജീവശ്വാസം കർത്താവേ, വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഞങ്ങൾ പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ തീക്ഷ്ണതയോടെ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ കരങ്ങൾ ഉയർത്തി വിളിക്കുകയാണ്. കർത്താവെ കൃപ തോന്നണം, കർത്താവെ അനുഗ്രഹിക്കണം. കരങ്ങൾ ഉയർത്തി ലോകം മുഴുവനുള്ള സമർപ്പിതരെ, ലോകം മുഴുവനുള്ള വൈദികരെ, സെമിനാരി വിദ്യാർത്ഥികളെ, ഇനി ഉണ്ടാകാൻ പോകുന്നവരെ ഇവരെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിച്ച് സ്തുതിക്കുന്നു. ഒരുമിച്ച് വിളിക്കുന്നു. സ്പർശിക്കണമേ, മുഴുവൻ സമർപ്പിതരെ സ്പർശിക്കണമേ.
തന്നതിനായിരമായിരം നന്ദി കർത്താവേ. പാടി സ്തുതിക്കാൻ എനിക്കായുസു നൽകി നീ കോടാനുകോടി സ്തോത്രം കർത്താവേ. എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ, എത്ര കാലം നിന്നെ പുകഴ്ത്തിയാലും മതി തീരുമോ, എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ, എത്ര കാലം നിന്നെ പുകഴ്ത്തിയാലും